ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനം. ഏറെ ആകർഷകമായ, ഏറെ ആത്മവിചിന്തനത്തിന് സഹായകരമായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത നോമ്പ് കാലത്തെ ഈ 5-ാമത്തെ ആഴ്ച അല്ലെ ബുധനാഴ്ച നമുക്കായിട്ട് അവിടുന്ന് മുറിച്ച് നൽകുകയാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നീ പുലർത്തേണ്ട അവരുടെ കുറവുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് സ്നേഹത്തിൻ്റെ ഇഴയെടുപ്പമുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില ചിന്തകളാണ് അവിടുന്ന് നമുക്ക് നൽകുക. നീ നിൻ്റെ സഹോദരനുമായിട്ട് ഇഷ്ടക്കുറവിലാണ് എങ്കിൽ, പ്രശ്നത്തിലാണ് എങ്കിൽ, അവൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ, നീ അവനുമായി വ്യക്തിപരമായി സംസാരിച്ച് ആ പ്രശ്നത്തിൻ്റെ മേഖലയിൽ ഒരു വിടുതൽ നേടണം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് സഹോദരനെ നേടാൻ, അവനുമായി രമ്യതയിൽ കഴിയാൻ, അവനുമായി തുറന്ന വ്യക്തിപരമായ ഒരു സംസാരം. അവൻ നിന്നെ കേൾക്കാനും തിരുത്താനും തയ്യാറാകുന്നില്ലെങ്കിൽ 2-3 പേർ ഓരോ വാക്കും സ്ഥിരീകരിക്കാൻ നീ സാക്ഷികൾ നിരത്തുക. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ സംസാരമുണ്ടാകട്ടെ. വചനം പറയുന്നത് 3-4 സാക്ഷികൾ ആവാം. അതിൽ 1-2 പേരെ നിനക്ക് കൊണ്ടുപോകാം, മറ്റൊന്നോ 2 പേരെ അവർ കൊണ്ടുവരട്ടെ. നിനക്ക് വേണ്ടി മാത്രം വാദിക്കുന്നവരല്ല, അവനെയും അവൻ്റെ പ്രശ്നങ്ങളെയും അറിയുന്നവർ. അങ്ങനെ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുക. അവിടെ പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ അടുത്ത ലെവലിലേക്ക് ഈ പ്രശ്നം കടത്തിവിടാനാണ് യേശു ആഗ്രഹിക്കുക. അവൻ സഭയോട് പറയട്ടെ. സഭയെന്ന് പറയുമ്പോൾ ഇടവകയിൽ വികാരിയച്ഛനാകാം, ഇടവകയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളാകാം, അനുരഞ്ജന സമിതികളൊക്കെ ഉണ്ടല്ലോ പല ഇടവകയിലും, അവരാകാം. അതുമല്ലെങ്കിൽ നാട്ടുനടപ്പനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാകുന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ, സഭാ നേതാവിനെയൊക്കെ കൂട്ടുപിടിക്കുക. അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ട് അവിടെയും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ വചനം പറയുന്നു, അവൻ നിനക്ക് വിജാതീയനെ പോലെ ആയിരിക്കട്ടെ. പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്, പിന്നെ ഇവനുമായിട്ട് ബന്ധമൊന്നും വേണ്ട, അവനും ഉപേക്ഷിച്ചേര്, അവനെ പിടിവിട്ടേര് എന്നാ. എന്നാൽ അങ്ങനല്ല. വിജാതീയർ എന്ന് പറയുമ്പോൾ ഈ സ്വല്പം കൂടെ കടന്ന ഒരു ചിന്തയാണ് നമ്മുടെ മുമ്പിലേക്ക് നൽകുക. LIC ഏജൻറ്റുമാർ പോളിസി എടുപ്പിക്കാനായിട്ട് നമ്മുടെ പിന്നാലെ നടക്കുന്നത് പോലെ, പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി നമ്മുടെ വീട് കയറി ഇറങ്ങുന്നത് പോലെ നിരന്തരം അവരുടെ പിന്നാലെ നടന്ന് അവരെ സ്വന്തമാക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. അങ്ങനെ മറ്റുള്ളവരെ സ്വന്തമാക്കുവോളം അവനോട് കൂടെ ചേർന്ന് നിൽക്കാൻ, അവൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിക ഒരുങ്ങാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നത് രമ്യതയുടെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടണമെന്നാണ്. ഈ രമ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ 18-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്, നീ നിൻ്റെ സഹോദരനെ നേടാൻ നീ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഗൗരവമുള്ളതാണ് എങ്കിൽ കർത്താവിൻ്റെ ശിഷ്യരോട്, അപ്പസ്തോലന്മാരോട് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കുമ്പസാരക്കൂടിൻ്റെ പുണ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പ് കാലത്ത്. നമ്മുടെ കുറവുകളും ബലഹീനതകളുമായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് നോടിയണയാം. എൻ്റെ പാപങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ച് തമ്പുരാൻ്റെ പാപവിമോചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
വചനത്തിൻ്റെ അവസാനം നമ്മളെ പേടിപ്പെടുത്തുന്ന, അസ്വസ്ഥരാക്കുന്നൊരു കഥനം കൂടെ ഈശോ പറഞ്ഞു വെച്ചു. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് അവൻ നടത്തി തരും. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ താൻപോരിമയും ഒക്കെ നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും അർത്ഥമില്ലാതെ ആയി പോവുക. തമ്പുരാനെ ചേർത്ത് പിടിച്ച് അവൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇറക്കി വയ്ക്കാൻ, അത് ഈ രമ്യതയുടെ ക്ഷമയുടെ മേഖലയിൽ ഒരു വിടുതൽ നേടിയതിന് ശേഷമാകുമ്പോൾ അതിനേറെ വില കൊടുക്കാൻ തമ്പുരാൻ തയ്യാറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം തിരുത്തലിൻ്റെ 4 മേഖലകൾ സ്വന്തമാക്കുക. ഒപ്പം സ്വർഗസ്നായ പിതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായതുകൊണ്ട് നമ്മുടെ കുറവുകളും ബലഹീനതകളൊക്കെ കുമ്പസാരക്കൂട്ടിൽ ഇറക്കി വെച്ച് പാപപരിഹാരത്തിന് നമുക്ക് നേടാം. എന്നിട്ട് അവൻ്റെ സന്നിധിയിലേക്ക് ചെന്ന്, കർത്താവെ, ഞങ്ങളുടെ നൊമ്പരങ്ങളും ആകുലതകളും ഒക്കെ ഇതാണ്, തുറന്നു പറയാം. ഈശോ അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.